പാട്ട് പാടാൻ പറഞ്ഞാ പാട്ട് പാടാ പാട്ട് പാടടാ പാടടാ എന്റെ മോൻ ഇളകി. യെസ് മിസ് അൽഷി. യെസ് മിസ്റ്റർ ഷിബു. വാട്ട് യു ഹാവ്? അവർക്കൊരു അവിടുന്ന് റൂമിൽ നിന്ന് വിളിക്കുന്ന അൽഷി അൽഷി. എന്താടാ എന്താണ് ഇന്നത്തെ പ്രോഗ്രാംസ്? അറിയില്ലേ? നോ. ഇന്ന് നമുക്ക് ഒരു തോന്നൽ അങ്ങോട്ട് തോന്നി. എന്ത് കഴിക്കണമെന്ന്? ബിരിയാണി. ബിറാണി. അപ്പൊ തന്നെ നമ്മൾ സാധനങ്ങൾ എടുത്തു. വളരെ ഇത് സാലഡിനുള്ള സബോള ഗിരിഗിരി കട്ട് ചെയ്തോണ്ടിരിക്കുന്നു. ചിക്കൻ കുഞ്ഞിക്ക് വറക്കാൻ വേണ്ടി എടുത്ത് വെച്ചാ അതിപ്പോ ഞാൻ എടുത്ത ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിട്ട്. യെസ് അമ്മ വരണോ? കുക്കറിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ടുണ്ടല്ലോ. അത് ഇളക്കിയേക്ക് കിട്ടാ. അത് ഞാൻ സബോള ഫ്രൈ ആക്കാൻ വേണ്ടി ഇട്ടതാ. എന്താ ചെയ്യാ, ഹെൽപ്പ് ചെയ്യണമെന്ന് ആളില്ലാത്ത കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യണ്ടേ. കുറച്ചേരത്തെ ഒരാള് സവോളയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിരുന്നു. ആകെ ഒരു കുഞ്ഞിക്കൈന്റെ സഹായം മാത്രമേ ഉള്ളു. ആനനെ പിടിക്കാൻ ഒരു തുമ്പിക്കൈയുടെ സഹായം കഴിഞ്ഞു. വേണമെന്നില്ല. അയ്യോ നീ കരിഞ്ഞു തുടങ്ങിയല്ലോ. യെസ്. അപ്പൊ നമ്മള് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള വീഡിയോ ഒന്നല്ല. ഇങ്ങനെ ഇരുന്നപ്പോ ഒരു തോന്നല് തോന്നി. ചോറ് വെച്ചിട്ടില്ല, അതുകൊണ്ട് നേരെ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ചിക്കൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മളിന്ന് വൈകുന്നേരം ചിക്കൻ ബിരിയാണി കഴിക്കും. അത്ര തന്നെ. അപ്പൊ നമ്മുടെ സബോള ജസ്റ്റ് ഫ്രൈ ചെയ്യാണ്. ഇത് നമ്മൾ ഭയങ്കര ഭീകര ബിരിയാണി ഒന്നല്ല കേട്ടത്. നമ്മള് തോന്നുമ്പോ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ബിരിയാണി. പക്ഷെ ആദ്യം ഉണ്ടാക്കിയ ബിരിയാണി 8 നില പൊട്ടിപ്പോയി. കുഴഞ്ഞുപോയി. പക്ഷെ അതിനുശേഷം ഉണ്ടാക്കിയ ബിരിയാണി ഒക്കെ തകർത്തു. അതിനുശേഷം ഒരു വട്ടം വീണ്ടും ദം ഉണ്ടാക്കിയിട്ട് ചെറിയൊരു ഫ്ലോപ്പായി. ദം എനിക്ക് അത്ര സെറ്റ് ആവാറില്ല. അതിനുശേഷം ഉണ്ടാക്കിയ ബിരിയാണി ഒക്കെ സൂപ്പർ ആയിരുന്നു. അത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോ ഒക്കെ നമ്മുടെ പാളൂലോ. അത് കഴിഞ്ഞിട്ട് പാളിച്ചകൾ എന്താ എന്തോ പറയൂലോ. നമ്മള് പാളിപ്പാളിയാണല്ലോ പഠിക്കുന്നത്. അങ്ങനെ പാളിപ്പാളി നമ്മളിപ്പോ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. ഇപ്പൊ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പോലെ ബിരിയാണി ഉണ്ടാക്കുന്നു. അവിടേക്ക് എന്താ പോയ എന്ത് ചെയ്യണാവോ? ഇവിടെ നിന്നാല് സമാധാനം ഇല്ല. അവിടെ എന്തെടുക്ക അവിടെ എന്തെടുക്കാന്നുള്ള എന്ത്. യെസ് കുഞ്ഞി, ഹൗസ് തിങ്സ്. എന്താണ് പരിപാടി? വണ്ടി ഓടിക്കാണോ? കുഞ്ഞി വണ്ടി ഒന്ന് ഓടിച്ച് കാണിച്ചോടത്തെ. കേറി റിവേഴ്സ് എടുക്ക്. ഓ എന്ത് വണ്ടി എടുക്കുന്നുണ്ട്. എന്ത് കൂളായിട്ടാ കുഞ്ഞു വണ്ടി എടുക്കുന്നത്. വാ റിവേഴ്സ് വാ. റിവേഴ്സാണ് ഇടയിൽ വരുന്നത്. കുറച്ച് ഫ്രണ്ട് എടുത്തിട്ട് റിവേഴ്സ് വാ. റിവേഴ്സ്. ആൾക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നെങ്കിൽ ആള് വണ്ടി തിരിച്ചിട്ട് നേരെ വെക്കും, അന്നേരം എടുക്കും. കുറച്ച് ഫ്രണ്ട് എടുത്താൽ റെഡിയാവും. ആള് തിരിച്ചാ വണ്ടി കൊണ്ടുവരിക. ഓക്കെ പോരട്ടെ. അങ്ങനെ ആള് ഈ ഗ്ലാസ്സിൽ നോക്കിയിട്ട് വണ്ടി ഓടിക്കുക. പക്ഷെ ഈ ഗ്ലാസ്സിലൊന്നുമില്ല, വെറുതെ സ്റ്റിക്കറാ. പക്ഷെ അത് നോക്കിയിട്ട് ആള് കറക്റ്റ് ശരിക്കും ഒരു പ്രൊഫഷണൽ ഒരു ഡ്രൈവറുടെ പോലെയാണ് ആളുടെ വണ്ടി ഓടിക്കലൊക്കെ. നല്ല രസമാണ്. ആള് നല്ല ബ്ലേഡ് വെച്ചിട്ട് പോകുന്നത്. തട്ടാണ്ട് നല്ല അടിപൊളിയായിട്ട് ബ്ലേഡ് വെച്ചിട്ട് പോവാള്. കുഞ്ഞി ഇതെന്ത് വണ്ടിയാ കുഞ്ഞി? ഇതില് പാട്ടൊക്കെ വെച്ച് കാണിച്ചോടത്തെ. പാട്ട് വെച്ച് കാണിച്ചോടുക്ക്. ഓക്കെ നീ റിവേഴ്സ് വന്നേ. പോരെ
ഓ സൂപ്പർ സൂപ്പർ. ഓ എന്റെ ഒന്നെ ബ്ലേഡ് 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 അടിപൊളി. കുഞ്ഞിക്കൊരു ഭാവിയിലൊരു ഫോർമുല 1 ഡ്രൈവറൊക്കെ ആവുന്ന തോന്നുന്നു. ബിരിയാണി എവിടെ ബിരിയാണി എവിടെ ബിരിയാണി ആയില്ല എവിടെ ബിരിയാണി കോള് വിളിക്കാൻ പോയിട്ട് ബിരിയാണി പെട്ടെന്നാവുന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാനെന്നെ മറ്റേ സൂപ്പർമാന്റെ ഇട്ടിരിക്കുന്നത് എന്താ കണ്ടാ 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 ഒരു തിരിട്ട് വന്നേക്കണ കണ്ടാ അമ്മക്കേരി ഉമ്മ തരുവാ പൊന്നിശകി എന്തിനാ പിണക്കമില്ല എന്തിനാ അല്ല പൊന്നി എന്തപ്പോ ചെയ്യണ്ടേ മറന്നുപോയി. ആ സാലഡ് എന്താന്നറിയില്ല ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്, സിസ്റ്റം ഹാങ് ആവുന്നുണ്ട്. ഷട്ട് ഡൗൺ ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്താൽ ചിലപ്പോ ആ വഴിക്കൊക്കെ മിഷൻ മൊത്തത്തിൽ അടിച്ചു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വൈറസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചിലപ്പോ റെഡി ആവും. ആ എന്നാ നിങ്ങളൊന്ന് 2 ആഴ്ചത്തേക്ക് എവിടെയെങ്കിലും അല്ല വൈറസ് ക്ലീൻ ചെയ്യാൻ മെന്റൽ ഹോസ്പിറ്റൽ കുഞ്ഞോ. അപ്പൊ നമ്മുടെ സാലഡ് എന്നുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർലാസ് എന്ന് ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പറയും അല്ലെ, സാലഡ് എന്നല്ല പറയാ. അവിടെ എന്താ പറയാ, ചർലാസോ ചർലാസോ സർലാസോ അങ്ങനെയൊക്കെ. ഇവിടുത്തെ തൈരിന് ഒരു പുളിയും ഇല്ല കേട്ടോ. വന്ന സമയത്ത് എനിക്ക് തൈര് കണ്ണിന് നേരെ കണ്ടുകൂടായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ സെറ്റായി, നമുക്ക് പ്രശ്നമില്ല. ഇവിടുത്തെ തൈര് നാട്ടിലത്തെ തൈര് ഇഷ്ടം? നാട്ടിലത്തെ തൈര് കൂടുതൽ ഇഷ്ടം. ഇവിടത്തെ ഇഷ്ടമൊക്കെ തന്നെയാ, ഇപ്പൊ ഇഷ്ടായി. ബിരിയാണി ഇവിടുന്ന് മേടിച്ചിട്ട് വന്നിട്ട് ഇവിടുത്തെ സാലഡ് കഴിച്ച് കഴിഞ്ഞപ്പോ എന്റെ കിളി പോയി. അയ്യേ ഒരു വികാരം ഇല്ലാത്ത സാധനമാണല്ലോ എന്ന് വിചാരിച്ചു. അയ്യോ അത് സാലഡാ പറഞ്ഞ അതിലല്ല ഒഴിക്കണ്ടേ. കുഞ്ഞി നാട് വിട്ടോ പൊക്കോ ഓടിക്കോ, ഇല്ലെങ്കി ഇവിടെ ഇപ്പൊ പായസമൊക്കെ ഉണ്ടാക്കി തരും. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോണെന്നറിയോ, സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ ചിക്കൻ വെക്കാൻ പോകും. ആ സമയത്ത് നമ്മൾ കുക്കറിൽ നമ്മുടെ റൈസ് കഴിക്കാൻ വെക്കും. അപ്പൊ ബിരിയാണി ആ സമയത്ത് ആവും ചിക്കനും ആവും. കുറച്ച് ചിക്കനുള്ളൂ കേട്ടോ. അതെ നമുക്കിപ്പോ വൈകുന്നേരത്തേക്ക് അത് മതിയല്ലോ. എരിവുണ്ടോ? എന്തിന്? നാരങ്ങയ്ക്കോ? എന്റെ ദൈവമേ, സവോള ഞാൻ ചില്ലി അരിഞ്ഞായിരുന്നു, അതായിരിക്കും നല്ലതാ. ഇടയ്ക്ക് എരിവൊക്കെ കിട്ടട്ടെ. ഒരു സൂത്രം തരാം കുഞ്ഞിക്ക് ഞാൻ. സ്ട്രോബെറി. കുഞ്ഞിയുടെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാണെന്നറിയോ? ഏതാ കുഞ്ഞിന്റെ ഫേവറേറ്റ് ഫ്രൂട്ട്? കുഞ്ഞിന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാ? ഏത് ഫ്രൂട്ട്? എന്താ പേര് പറയും? ഈ ഫ്രൂട്ടിന്റെ പേര് പറയൂ. പേര് പറഞ്ഞാലോ. ഇതിന്റെ പേര് പറ. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താ? ഓ ഞാൻ കഴിക്കും, ഞാൻ പോവാ. ഞാൻ കിട്ടണ്ട കിട്ടി, അവൻ പോവാ. പേര് പറഞ്ഞ പനി അങ്ങനെ ഓടിപ്പോയി. ഇത് ലക്കി പാമ്പ് വളർന്ന അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. വെട്ടിയെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് എടുത്താൽ മതി. അതിന് ഭയങ്കര നീളം കൂടുതലാ. ആ ക്യാമറയുടെ വെച്ചിട്ട് വായോന്നേ. ഞാൻ അണിയറയില് കണ്ടോ, ഒരു പണി എടുക്കാൻ പറ്റില്ല ഗൈസ്, ഒരു പണി എടുക്കാൻ പറ്റില്ല. ക്യാമറ പിടിച്ചിട്ട് നടക്കുക. ക്യാമറ നമ്മള് ഒരു ആംഗിൾ റെഡി ആവാൻ വേണ്ടിട്ട്, പിന്നെ ഒരു ആംഗിൾ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് അവിടെ വെച്ചിട്ട് വന്നേ. ഇത് ഇങ്ങനെ ഈ സ്റ്റാൻഡ് എടുത്തിട്ട് വെച്ച് ഇങ്ങനെ ഒന്നും എടുക്കാൻ പറ്റില്ല. കണ്ട പിന്നെ അത് ആ മുഖമൊന്നും ഞാൻ കാണിച്ചോട്ടെ. ഇതിങ്ങനെ കണ്ട മതി അവിടെ ഒന്നും അധികം കാണിക്കണ്ട, ഞാൻ ആകെ കച്ചറയൊക്കെ ഇട്ടേക്കുവാ. നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കിച്ചൺ ഉണ്ടാവുള്ളൂ. അമ്മേ അപ്പൊ നമ്മുടെ സാലഡ് ആയിട്ടോട്ടെ. കുഞ്ഞിന്റെ സ്ട്രോബെറി കഴിഞ്ഞാ? കുഞ്ഞ് ഇത്രോട്ടൊന്നും സ്ട്രോബെറി കഴിച്ചല്ലേ? സ്ട്രോബെറി മാത്രം എത്ര പോളിങ് ഉണ്ടാവുള്ളേ? എന്നാ ഞാൻ കുറച്ചുകൂടി വെള്ളത്തിൽ ഇട്ടേന്നില്ലേ? ഡാൻസ് കളിച്ചോ? അവനോട് പറയുന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മ അത് കഴിച്ചോട്ടെ പ്ലീസ്. ഇതിന്റെ പേരെന്താ? ഇത് ഓറഞ്ച് അല്ലേ? ഇത് ഓറഞ്ച് അല്ലേ? ഇത് ഓറഞ്ച് അല്ലേടാ? ഭയങ്കര കലിപ്പ് സാധനട്ടത്. വിചാരിക്കണ പോലെ കലിപ്പ് സാധനാണ് പോണത്.
ബിരിയാണി പെട്ടെന്ന് അങ്ങനെ ആവോ മാഡം? അതൊക്കെ ഇപ്പൊ ആവും. എന്തായി? നമ്മള് ബിരിയാണി റൈസ് വെക്കാൻ പോവാ. ഓക്കെ, നമ്മള് സെപ്പറേറ്റ് ആയിട്ട് വെക്കണ ദമ്മൊന്നല്ലേ. എന്താണ് ദമ്മിൽ ഞാൻ അത്ര സെറ്റല്ല. അരമണിക്കൂറിനുള്ളിൽ ബിരിയാണി ഇടണം. എനിക്ക് എത്ര വേണം? അരമണിക്കൂറിനുള്ളിൽ ബിരിയാണി ചിക്കനും എല്ലാം കൂടി ആവോ? ഞാൻ ചെയ്യണം. അതാണ് നിന്റെ ടാസ്ക്. ചലഞ്ച്. ചലഞ്ചൊക്കെ കൊള്ളാം. ഒരു റോബോട്ടിനെയും കൂടി ഇവിടെ നിർത്തി കഴിഞ്ഞാലേ പെട്ടെന്ന് തന്നെ. അപ്പൊ പിന്നെ റോബോട്ടിനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചൂടെ? അത് മതി, അതായിരുന്നു നല്ലത്. അതല്ലേ ഉത്തമം. നെയ്യ് ഞാൻ കുറച്ച് ലാവിഷായിട്ടങ്ങ് ഒഴിക്കുന്നുണ്ടേ, എന്നാലാണ് ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ നെയ്യ് ഒഴിച്ച സ്ഥിതിക്ക് ഇനി നമ്മള് ഇതിന്റെ ഉള്ളിൽ തന്നെയാണ്, അല്ല ഈ പാത്രത്തിലാണ് ആദ്യം സബോള വറുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം അതിന്റെ ഇത് കിടപ്പുണ്ട് ഇതില്. പിന്നെ ഇതേ കുറച്ച് സ്പൈസസ് എല്ലാം കൂടി ഇതിലോട്ട് അർജം പുറജം എടുത്തിടുന്നു. കുറച്ച് ഏലക്ക, പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, കണ്ണി കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇതിലോട്ട് ഇടുക. ഇപ്പൊ ഇത് പൊട്ടിത്തെറിക്കുവേ. ഇപ്പൊ നീങ്ങി നിന്നോട്ടോ. ഇതിപ്പോ ഷടപിട പൊട്ടും. അരി കഴുകി വെച്ചിട്ടുണ്ട്. അരി ഞാനൊരു അരമണിക്കൂറായിട്ട് വെള്ളത്തിൽ കുതിരാൻ ഇട്ടിട്ടുണ്ടേ. ഞാനൊരു 3.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്കും ബിരിയാണി വെക്കാൻ പഠിക്കോ? നിങ്ങൾ ബിരിയാണി വെക്കാൻ പഠിക്കൽ തുടങ്ങിയിട്ട് 4 കുറെ ആയല്ലോ. ഞാൻ വെക്കൊക്കെ ചെയ്യും, പക്ഷെ ഇങ്ങനെ നല്ലതാണ് വേറെ ബിരിയാണി. അതെ, ബിരിയാണി പേരിട്ടിട്ടില്ല. അത് ഓരോ പ്രാവശ്യം വെക്കുമ്പോ ഏത് ടൈപ്പിൽ വരുന്നോ അങ്ങനെ. അതെനിക്കറിയാം അമ്മേ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കുഞ്ഞു കഷ്ണം നാരങ്ങ വേണേ. ഈ നാരങ്ങ പറയാം, ഇങ്ങനെ നേരത്തെ അങ്ങ് പറഞ്ഞു പോവാണ്. എന്റെ പൊന്നാ, അവന് വിശക്കുന്നുണ്ടെന്ന്. ബിരിയാണി വെയിറ്റ് ചെയ്തേക്കാണോ? ചെടി അമ്മയുടെ ചെടി അമ്മ കുടിക്കും. നമ്മുടെ സ്പൈസസ് ഇട്ടു. ഇനി എല്ലാവരും അല്ല, കുറച്ചു പേരൊക്കെ ചെയ്യുന്നത് ഈ സമയത്ത് വെള്ളം ഒഴിക്കും. പക്ഷെ ഞാൻ ഈ സമയത്ത് വെള്ളം അല്ല ഒഴിക്കാൻ പോകുന്നത്. ഞാൻ ഈ റൈസ് ഒന്ന് ഇടാൻ പോവാ. റൈസ് ഇട്ടിട്ട് ഒന്ന് ആ നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കുവേ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ ആരൊക്കെ ചെയ്യുന്നൊക്കെ കണ്ടിട്ട് ഞാൻ ചെയ്യുന്ന തന്നെ. നമ്മള് നമ്മുടെ റൈസ് ഇതിലോട്ട് ഇട്ടു. എന്നിട്ട് ഈ നെയ്യിലൊന്നത് വഴറ്റും. നമുക്ക് ഈ പാത്രത്തില് വെള്ളം എടുത്തിട്ട് വരാം. അപ്പൊ ബാക്കിയുള്ള അരിയൊക്കെ അതിൽ വീണോളും. ഓക്കെ, നെയ്യിന്റെ ഉള്ളില് ഇതൊന്നിട്ട് വഴറ്റുന്നു. ഇങ്ങനെയൊന്നും ആവില്ല ചിലപ്പം. സാധാരണ ആൾക്കാർ ബിരിയാണി ഉണ്ടാക്കുക. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് കുറച്ച് ബിരിയാണിന്റെ മസാല ഉണ്ടല്ലോ, അത് കുറച്ചങ്ങ് ഇടുവാണേ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന യൂണി ടേസ്റ്റ് എന്നൊക്കെയാണ്. പക്ഷെ ഇത് ഏതാണ് എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ എവിടെയോ ഏതോ ഷോപ്പിൽ നല്ലതാട്ടോ. അപ്പം ഇതും ഞാൻ ഇതിന്റെ ഈ കൂടെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. നാട്ടില് പോയ സമയത്ത് ഞാനിങ്ങനെ മസാലകളൊക്കെ മേടിക്കാൻ ഒരു ഷോപ്പില്, നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റില് പോയപ്പോ അവിടെ ഒരു ഷോപ്പിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കണ്ടപ്പോ ഞാൻ മേടിച്ചതാ. ഒരു 6 മാസമായില്ല ഞാൻ വന്നിട്ട്, രണ്ടാമത്തെ അപ്പൊ കൊണ്ടുവന്നതാ. പക്ഷെ ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല. അത് അക്ഷയപാത്രം പോലെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മിക്കവാറും ഇനി തുറക്കുമ്പോ അതിനകത്ത് ഒരു പൊടി പോലും ഉണ്ടാക്കാൻ സാധ്യതയില്ല. അതൊന്ന് ഇരിക്കുന്ന നേരം കൊണ്ടേ നമുക്ക് ഈ ഗ്ലാസ്സിലാണ് ഞാൻ അരി എടുത്തത്. അപ്പൊ 2.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 2.5 ഗ്ലാസ് അല്ലേ? 2.5 ഗ്ലാസ് ആണ് എടുത്തേക്കണേ. അപ്പൊ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. ഞാൻ തെറ്റി പറഞ്ഞു, 3.5 ഗ്ലാസ് അരി എന്നാ പറഞ്ഞേ. അതാ തെറ്റിക്കില്ലേ? 2.5 ഗ്ലാസ് അരി, 3 ഗ്ലാസ് വെള്ളം. ഓക്കെ, 1/2 ഗ്ലാസ് വെള്ളമാണ് ഇപ്പൊ കൂടുതൽ എടുത്തിട്ടുള്ളത്. ജീരകശാലയാണ് നമ്മുടെ റൈസ്. എന്താടാ ഫ്രിഡ്ജ് തുറന്നിട്ട് ഇങ്ങനെ തുറന്നു വെച്ചാൽ സ്ട്രോബെറി ആണോ വേണ്ടേ? ഒരു മിനിറ്റ്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ
നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സബോള ഇല്ലേ, അത് കുറച്ച് ഇതിലോട്ട് ഇട്ടിട്ടുണ്ടേ. ബാക്കി കുറച്ച് മേളിലിടാം. ബാക്കി ചുമ്മാ കുറച്ച് മേളിലിടാം. കശുവണ്ടിയും മുന്തിരിയും ഒന്നും ഇപ്പൊ എന്റെ കസ്റ്റഡിയിൽ ഇല്ല. അത് മേടിക്കണമായിരുന്നല്ലോ. അത് കുഴപ്പമില്ല. എന്റെ കെട്ടിയാണ് അങ്ങനെ കേട്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലാണ് അതങ്ങട് നല്ല ടേസ്റ്റ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് എന്റെ കെട്ടിയാൻ പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കുള്ള സാധനങ്ങൾ വെച്ച് ഞാൻ ഉണ്ടാക്കും. എനിക്ക് ബിരിയാണിന്റെ ടേസ്റ്റ് കിട്ടിയാൽ മതി. അപ്പൊ അതെ ഞാൻ ഇതിലോട്ട് വെള്ളം ചേർക്കുവാണേ. അപ്പൊ അതിന്റെ കണക്ക് മനസ്സിലായല്ലോ. കുട്ടികൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ കണക്കിൽ എനിക്ക് കണക്ക് ഇഷ്ടം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് കണക്കായ ഒരു ഭാര്യനെ കിട്ടിയത്. അപ്പം 2.5 ഗ്ലാസ് അരിയാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടുതൽ, 3 ഗ്ലാസ് വെള്ളം. എന്നിട്ട് നമ്മൾ ഈ സമയത്ത് ഇളക്കിയിട്ട് തീ കൂട്ടി വെക്കുന്നു. ഉപ്പുണ്ടോന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഒന്ന് വന്നേ, ഒന്ന് കാണിച്ചേ. ഉപ്പുണ്ടോ? കുറവാ. ഇനി ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ എന്റെ ഉത്തരവാദിത്തമല്ല. കുറച്ച് പ്രശ്നം ഒരു പൊടിക്ക് ഇട്ടിട്ടുണ്ട്. എനിക്ക് ആ ഉപ്പാണെങ്കിലും ഓക്കെയാണ്. പിന്നെ ഇനിയിപ്പോ ബിരിയാണിയിൽ എരിവ് കൂടിക്കഴിഞ്ഞാലും നെയ്യ് കൂടിക്കഴിഞ്ഞാലും എണ്ണ കൂടിക്കഴിഞ്ഞാലും എന്ത് കൂടിയാലും ഞാൻ ഉപ്പ് നല്ല ഇപ്പായിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ആവശ്യത്തിനായിട്ടുണ്ടാവുള്ളൂ. കുറച്ച് ലൈം ഒഴിക്കുന്നുണ്ട്. ഇത് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒഴിക്കുന്നതാണേ. ഒത്തിരി ഒഴിച്ച് പിഴിഞ്ഞ മറ്റേ റൈസിന് പുളിയാക്കി കളയരുത്. ലൈം ഒഴിച്ചു കഴിഞ്ഞാൽ റൈസ് ഒട്ടിപ്പിടിക്കത്തില്ല. ഇല്ല. നല്ല ടിപ്പുകളൊക്കെ കുറേണ്ടല്ലോ. നീ ടിപ്പു സുൽത്താനായിരുന്നു. അല്ല, ഞാൻ കള്ളിയങ്കാട്ട് നീലിയായിരുന്നു. അത് എനിക്കറിയാം. ടിപ്പു സുൽത്താന്റെ അണ്ടറിലാണ് ബിരിയാണി വയ്ക്കാൻ പഠിച്ചത്. ഞാൻ പാലക്കാട് കോട്ട പണിയുന്ന സമയത്തേ എനിക്ക് അവിടെ വെപ്പായിരുന്നു പണി. ആ സമയത്താണ് ടിപ്പു സുൽത്താൻ അവിടെ പിടിച്ചെടുക്കുന്നത്. വെറും വെപ്പല്ല, പാര വെപ്പ്. അപ്പൊ നമ്മുടെ ഇത് വെച്ചിട്ടില്ലേ, ഇനി നമുക്കിത് അടച്ചു വെക്കാവേ. എവിടെ ഇതിന്റെ അടപ്പ്? എടാ നിന്നെ എന്നാണ് നീ എന്നോട് ഈ ചോടി നടക്കണേ? എന്നിട്ട് TV കാണണോടാ? എനിക്ക് ഒരു കുറച്ച് നെയ്യ് ഞാൻ ഇതിന്റെ മേളിലൂടെ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് വറുത്തൊന്നും ഇടുന്നില്ല. അപ്പൊ നമ്മൾ ആ സമയത്ത് നെയ്യൊന്നും ഒഴിക്കുന്നില്ല. ഇത് കുറച്ചുണ്ട്, അതുകൊണ്ട് ഇതും ഇടാം. അങ്ങനെയൊന്നുമില്ല. നമ്മൾ RKG ഇടും, GRB ഇടും. നമ്മൾ കണ്ണിക്കമ്മ നെയ്യൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിട്ടുന്ന നെയ്യൊക്കെ നമ്മൾ കുഞ്ഞിയുടെ തല ഒന്നേ കുഞ്ഞോ എന്തുവാടത് തുടയ്ക്കുന്ന തുണിയല്ലേടത്. ഓക്കെ, നമുക്കിത് അടച്ചു വെച്ച് 2 വിസില് അങ്ങോട്ട് അടുപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ ചില റൈസ് ഒറ്റ വിസിലിൽ വേവും, ചില കുക്കറിന്റെ ഒക്കെ അനുസരിച്ചിരിക്കും. എനിക്ക് ഒരു 2 വിസിൽ വേണം. ഓക്കെ, ഫുൾ ഫ്ലെയിമിലാട്ടോ വെച്ചേക്കുന്നത്. 2 വിസിലടിച്ച ബിരിയാണി റെഡി അല്ലേ? 2 വിസിലടിച്ച ബിരിയാണി റെഡിയാവും. ചിക്കൻ റെഡി ആവില്ല. ചിക്കൻ റെഡി ആവണമെങ്കിൽ നമ്മൾ ഇനി ഇതിന്റെ പണി ചെയ്യണം. അയ്യോ, അപ്പൊ നമുക്കിനി ചിക്കന്റെ പരിപാടി തുടങ്ങാം. അതിന് ഈ പാത്രം ഒന്ന് കഴുകിട്ട് എടുക്കട്ടെ കേട്ടോ. 2 വിസിൽ വന്നോ? ബിരിയാണി റെഡിയാ? 1 വിസിൽ ഞാൻ കൈ തട്ടി പറയാണ്ട് അടിച്ചിട്ടുണ്ട്. അയ്യോ, അപ്പൊ ഒരെണ്ണം കൂടി അടിപ്പിക്കാം. 2 ആയില്ലേ? അപ്പൊ ബിരിയാണി സെറ്റ് ആയില്ലേ? ഇനിയിപ്പോ ചിക്കൻ 1 വിസിലും കൂടി അടിക്കട്ടെ. നമുക്ക് ചിക്കനുള്ള എണ്ണ വെച്ചിട്ടുണ്ടേ. ജസ്റ്റ് മിസ്. നിനക്കൊരു iPhone 17 Pro കിട്ടേണ്ട ഭാഗ്യം പോയത്. ഒരു iPhone 17 Pro കിട്ടണ്ടായിരുന്നു. ജസ്റ്റ് മിസ്. എന്താ ഈ മൊബൈൽ ഇപ്പൊ ഇതായനെ? അതായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇരിക്കാന്. അതാ പറഞ്ഞ iPhone 17 Pro മേടിക്കുന്നു. അടുത്ത വിസിലും കൂടി അടിച്ചിട്ട് നിർത്താം. ചിക്കന്റെ എണ്ണയ്ക്കകത്ത് ഞാൻ ഒരു ചെറിയൊരു കഷ്ണം പട്ടയും 2 കഷ്ണം ഗ്രാമ്പും ചുമ്മാ ഒരു രസത്തിന് ഇട്ടേക്കണാണ്. അതിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ? ഈ നല്ല ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടും, അതിനു വേണ്ടി ഇട്ടിട്ടേക്കണേ. അമ്മേ പൊട്ടി. അപ്പൊ നമുക്ക് സവാള ഗിരി പ്ലസ് ഒരു 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വഴറ്റണം. ഈ സവാള വഴറ്റിയിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ ആവണ വരെ
ഇത് വഴറ്റണേ. ഇതിപ്പോ 2 വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിലും ആദ്യത്തെ വിസിൽ അറിയാണ്ട് കൈ തട്ടിയിട്ട് വന്നതുകൊണ്ട് എനിക്ക് അത്ര അത് ഫൗളായിരുന്നു. അത് ഫൗളാ. അതുകൊണ്ട് ഒരു കുഞ്ഞൊരു വിസിലടിക്കണ്ട, ഒരു ഇച്ചിരി നേരം ഒന്ന് ഇരുന്നിട്ട് അത് ഓഫാക്കാം. ഇത് വെന്തില്ലെങ്കിലോ, അതുകൊണ്ട്. കുഞ്ഞെന്താ പരിപാടി? ഫുട്ബോൾ കളിക്കാണോ? കുഞ്ഞിങ്ങനെ ബോള് മേളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കും താഴെ. അത് തലയിലോട്ട് കറക്റ്റ് ചിലപ്പോ തല ഒന്ന് വീഴും, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്ന് വീഴും. എടാ വണ്ടിയുടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എന്തിനാ ഓണാക്കി വെച്ചേ? ഗുഡ് ബോയ്. ഇങ്ങനെ നമ്മുടെ 2-3 ആഴ്ചയായ മല്ലിയിലയാ. ഇതുവരെയായിട്ടും കേടായില്ലേ? ആ കടയിൽ നിന്ന് തന്നെ മേടിക്കാൻ ലാഭമുണ്ട്. ലാഭത്തിന്റെ കവറ് തന്നെ നടക്കേണ്ടിരുന്നോന്നു തോന്നുന്നുണ്ട്. ഇപ്പൊ ഇത്തിരി വാടി തുടങ്ങി. പക്ഷെ ഇത് 1 മാസം ആവാറായി. നമ്മള് നമ്മുടെ മറ്റേ ഫ്ലാറ്റില്ലേ, അവിടെ ഒരാഴ്ച മുന്നേ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാ. ഇവിടെ വന്നിട്ട് ഇപ്പം ഒരാഴ്ച കഴിഞ്ഞു. അവിടുന്ന് വന്നിട്ട് ഒരു മാസം അടുത്തായിട്ടുണ്ട് എന്തായാലും. ഞാൻ സാധാരണ ഇത് കട്ട് ചെയ്ത് ഒരു ടിന്നിലൊക്കെ ആക്കി വെക്കുവേ. അപ്പൊ അത് പെട്ടെന്ന് കേടാവും. അങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കേടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണേ. പക്ഷെ അങ്ങനെ ചെയ്യാണ്ടും ഇത് നല്ല സുഖമായിട്ട് ഇവിടെ ഇരുന്നു. ഇതിപ്പോ ചിക്കനിലേക്കും ബിരിയാണിയിലേക്കും ഉള്ള മല്ലിയില ഇല്ല, ശരിക്കും പറഞ്ഞാൽ കുറച്ചുള്ളൂ ഇത്. എന്റെ തലക്കിട്ട് എറിഞ്ഞെടുത്ത കുഞ്ഞി ഇവിടെ ചെതറും കളിമണ്ണ്. പിന്നെ അതൊക്കെ വാരണം അടിക്കണം. എനിക്കൊന്നും വയ്യനി. കുഞ്ഞി ജസ്റ്റ് മിസ് ചെയ്തു. തിരിച്ചടിക്കാൻ നോക്കണ്ട, നിങ്ങൾക്കിട്ട് ഞാൻ അടിച്ചാദ്യം തന്നെ വരുന്നു. ഇപ്പൊ ജസ്റ്റ് ചകിരിച്ചോറ് കാണാതെ മിസ്സായി. ഓക്കെ, ഇതിൽ വിസിൽ വരാനൊരു വെമ്പല് വരുന്നുണ്ട്. അപ്പൊ നമ്മളത് ഓഫ് ആക്കിയിട്ടുണ്ട്. ആ എയറിൽ നീ മനഃപൂർവ്വം എന്റെ മാറ്റിൽ ഇടാണല്ലേ അടി. കുഞ്ഞിയെ നമ്മള് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോ ഇല്ലേ, ഈ സാലഡ് ലാസ്റ്റ് ഉണ്ടാക്കരുത്. സാലഡ് ഫസ്റ്റ് ഉണ്ടാക്കി വെക്കണം, ഇല്ലെങ്കിൽ അത് പിടിക്കില്ല. സാലഡ് ഇങ്ങനെ ഉണ്ടാക്കി അപ്പൊ തന്നെ കഴിക്കുമ്പോ ഒരു രസമില്ലല്ലോ. ശരിക്കും സാലഡ് ഉണ്ടാക്കി വെച്ച് കുറെ നേരം കഴിയുമ്പോൾ അതിന്റെ ഒരു കളറൊക്കെ മാറി ഒരു നല്ല രസമായിട്ട് വരിക. ഞാൻ സാലഡില് മല്ലിയില ഇടുന്നില്ല കേട്ടോ. മല്ലിയില സാലഡിൽ കുറച്ചിട്ടാ നല്ലതാ, പക്ഷെ എന്റെ ഇല്ല, കുറച്ചുള്ളൂ. ഓ ഇനിയിപ്പോ വേണ്ട. അപ്പൊ നമ്മുടെ കടമകളൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി ബിരിയാണി അവിടെ ഇരിക്കട്ടെ. നമുക്ക് കുളിച്ചൊക്കെ വന്ന് ഫുഡ് കഴിക്കാൻ നേരത്ത് അത് തുറക്കാം. അതുവരെ അതവിടെ ഇരുന്ന് വെന്തോട്ടെ. നമുക്ക് ചിക്കൻ സെറ്റ് ആക്കാം. ബിരിയാണി തരൂ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിന്റെ ഇടയിൽ മുളക് പൊടി തീർന്നായിരുന്നു. അത് കുറച്ച് കലക്കി കുടിക്കാം, ഇത്തിരി ആശ്വാസം കിട്ടും. അപ്പൊ നമ്മുടെ ഈ മുളക് പൊടി തീർന്നത് കൊണ്ട് ഹായ് കുഞ്ഞി. അവൻ അതിന്റെ ഇടയ്ക്ക് അവന്റെ ബോള് കാണിക്കാൻ ശ്രമിക്കുക. ഹായ് കുഞ്ഞി, ഹൗ ആർ യു? അപ്പൊ ഞാന് ഇതൊന്നും മണ്ടയിലോട്ട് നിക്കട്ടെ. Okay guys. Okay guys. ഒരു കനാൽ ബോയ്സിനെ അറിയോ? രണ്ടുപേരല്ലേ? അവരിങ്ങനെ വീഡിയോന്റെ ലാസ്റ്റ് ഇങ്ങനെ പറയും ഓക്കെ ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് മസാലകൾ ഇടാം. ഇപ്പൊ ഞാൻ തീ ഓഫ് ആക്കി വെച്ചേക്കായിരുന്നു. ഞാൻ ആരോടാ പറയുന്നത്?
നീ നിന്നോട് തന്നെയല്ലേ പറയുന്നു. ഇങ്ങനെ നിൽക്കട്ടെ, ഞാൻ ഇങ്ങനെ നിൽക്കട്ടെ. ഇങ്ങോട്ട് നീങ്ങിക്ക് തമ്മില്. ഇങ്ങോട്ട് നീങ്ങിക്ക്. കൈമ ചൂടില്ല, അവിടെ അല്ല തുമ്പത്തി ചൂടുണ്ടോ. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്, ഞാൻ തമ്മിലിടാൻ വേണ്ടി കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങി. കുഞ്ഞിനെ എടുക്ക്. കുഞ്ഞ് എന്നിട്ട് ചെയറിൽ നിന്ന് ഇറങ്ങിക്കുക. ചെയർ നമുക്ക് അവിടെ കൊണ്ടുപോയിടണല്ലോ. നമുക്ക് അന്താക്ഷരി കളിക്കാം. കുഞ്ഞോടെ യെസ് ബേബി. എന്തെടുക്കണ്ടേ? ഓ, അതെടുത്തിട്ട് ഇനി അത് തന്നെ കളിയായിട്ടിരിക്കാനല്ലേടാ. മഞ്ഞപ്പൊടി, ഗരം മസാല, ഗരം മസാല. എന്താടാ നീ അവിടെ ഒപ്പിക്കണേ? ഏത്? അതെന്താ? അതെവിടുന്ന ഒരിടത്തെ? മുളക് പൊടി. ഒത്തിരി മുളക് പൊടി ഇടുന്നില്ല, ചിക്കൻ കുറച്ചുള്ളൂ. അപ്പം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആൻഡ് മല്ലിപ്പൊടി. എന്തേ? എന്താ? ഓ, ഇവിടെ തീ കത്തി പിടിച്ചു കഴിഞ്ഞാൽ നല്ല രസാവൂട്ടാ. നോക്കട്ടെ. ഇന്നത്തെ ഞാൻ എടുക്കൂ. നിങ്ങളെന്നാ അടങ്ങിയിരുന്നതിന്റെ കയ്യിൽ തീ പിടിക്കുന്നോ? കണ്ടില്ലേ തീ പിടിക്കുന്ന? സ്പ്രേ അടിച്ചിട്ട് വന്നല്ലേ തീ പിടിക്കും. നിങ്ങൾ എന്നെ ലൈൻ അടിക്കുന്ന സമയത്ത് ഇതെന്നെ പരിപാടി. ആ, ഓരോ ടൈപ്പ് മാജിക്കും കൊണ്ട് വരും. കയ്യിൽ നിന്ന് പുക പോണു. ഞാനതൊക്കെ കണ്ട് വിശ്വസിച്ചു. ഇപ്പൊ ഞാനിരുന്ന് പോയിരുന്നു. അമ്മ ഇത് ശരിയാക്കട്ടെ എന്നെ മോനെ. ഇതിപ്പോ കരിഞ്ഞു പോകുന്നു പോവോ? അമ്മ കറി ഉണ്ടാക്കുന്ന നോക്കി. ഓക്കെ, അപ്പൊ നമ്മുടെ മസാല ഒക്കെ ഇട്ടു. അതില് കുറച്ച് അടച്ചിട്ട് കുഞ്ഞ് മസാല ഒക്കെ ഇട്ടേ. എന്നിട്ട് ഞാനിതിലേക്ക് തക്കാളി ആഡ് ചെയ്യുവാണേ. മറ്റേ നമുക്ക് അന്താക്ഷരി കളിക്കാം. വാ കുഞ്ഞിനെ അന്താക്ഷരി കളിപ്പിക്കാൻ കൂട്ടാം. കുഞ്ഞു വാടാ, അന്താക്ഷരി കളിക്കാൻ വാ. അപ്പൊ പാട്ട് പാടിക്കേ. എനിക്ക് പാട്ട് പാടാറില്ല. അപ്പൊ പിന്നെ അന്താക്ഷരി കളിക്കാൻ വന്നതാരാ? ഞാൻ കളിക്കാൻ വന്നല്ല, ഞാൻ ബിരിയാണി കഴിക്കാൻ. പാട്ട് പാടാൻ പറഞ്ഞാ പാട്ട് പാടാ. പാട്ട് പാടടാ, പാടടാ. എന്താ എന്താ അവരെ നമ്മള് സൗണ്ടിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അടികൂടാന്ന് വിചാരിച്ചിട്ട് കളിക്കാം. പാട്ട് പാടാ. എന്നെ പിടിച്ചേ. നമുക്ക് കുഞ്ഞിക്ക് അറിയാവുന്ന പാട്ട് പാടാട്ടെ. നമുക്ക് കുഞ്ഞിക്ക് ഏത് പാട്ട് അറിയണ പോലെ? ചൂടോളില്ലേ? കുഞ്ഞിക്ക് അറിയുന്ന പാട്ടൊന്ന് പാടിക്കേ. എന്താ? ആ, അപ്പൊ പാട്ട് പാടിക്കേ. കൊച്ചിന് പാട്ട് പാടി കൊടുക്കാം. നമുക്ക് പാട്ട് പാടാടാ. അയ്യോടാ, അതിന്റെ ഇടയിൽ ഞാൻ ആ തിരക്കില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് ഇട്ടില്ല. കുഴപ്പമില്ല, നമുക്ക് ഈ സമയത്ത് ഇടാം. നമുക്ക് പിന്നെ ഒന്നും പ്രശ്നമില്ല. ഏതാ? ഓ, സ്മെല്ലുണ്ടല്ലേ. പാട്ട് പാട് കേട്ടെ. എന്റെ പൊന്നെ, ഞാൻ അതില് വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിട്ട് ചൂടുവെള്ളം ഒഴിക്കട്ടെ. പാട്ട് പാട്. ഭക്ഷണി കളിക്കണ്ടേ നമുക്ക്? ഞാൻ നല്ല പാട്ട് വെറുതെ ഉള്ള വിലകളെ നാട്ടിൽ കുറച്ചു പേർക്കൊക്കെ ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. മോശമാക്കുന്നു.
ഇത്ര നാളെ കണ്ടോണ്ടിരുന്ന ഒരൊറ്റ ദിവസം കൊണ്ട് നിർത്തി പോണ്ട. അതുകൊണ്ടാ. ഇദ്ദേഹത്തിന്റെ അപ്പച്ചൻ നല്ല പാട്ടുകാരനാട്ടോ. അമ്മച്ചി പാട്ട് പാടും. അപ്പച്ചൻ പിന്നെ ഷിബിന് അനിയത്തി സൂപ്പർ പാട്ടാ. ഷിബിന് സൂപ്പറായിട്ട് പാട്ട് പാടും. അപ്പച്ചനും പാട്ട് പാടും. അമ്മച്ചിയും പാട്ട് പാടും. പിന്നെ നിങ്ങൾക്ക് എന്താ പാടിയ? വീട്ടിലെല്ലാവരും ഡോക്ടറാന്ന് വിചാരിച്ചു ഞാനും ഡോക്ടറാണ്. അല്ല ലേശം ഇതൊക്കെ കിട്ടണല്ലോ. പണ്ട് മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന ആളായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു കാലം. അതൊക്കെ ഒരു കാലം. വെറുതെ ഒരു കാര്യം ഉണ്ടായില്ല. ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി പള്ളിയില് ഡാൻസ്. ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരെണ്ണത്തിനെ വളയ്ക്കാനായിരുന്നല്ലോ ദൈവമേ. അതൊരു കളിയും കൊണ്ട് വന്നൊക്കെ അവിടെ. അതെന്നെ കോഴിയോ? കോഴിക്കുഞ്ഞാ? കോഴിക്കുഞ്ഞാ? കിട്ടി ചോദിച്ചു. കുഞ്ഞ് അങ്ങനെ അപ്പേനെ ഒന്നും അടിക്കാൻ പാടില്ല കേട്ടാ. അപ്പേനെ അമ്മേനെ ഒന്നും അടിക്കരുത് കേട്ടാ കുഞ്ഞി. കുഞ്ഞ് ബാഡ് ബോയ് ആണോ? നീ അടിക്കില്ല, ഞാൻ എടുക്കില്ല. ബാഡ് ബോയ് ആണോ കുഞ്ഞി? ആ കയ്യൊന്നും ഇട്ടിക്ക്. എല്ലാ വട്ടം പുള്ളിക്കാനായിരിക്കും. മറ്റേ കൈ അടിക്ക്. സ്പ്രേ അടിക്കാത്ത കൈ അടിക്ക്. എനിക്ക് ഉപ്പുണ്ടോ? കുറവുണ്ട്. കുറച്ച് കുറവാ. കുഞ്ഞെന്താ കാണിക്കുന്നത്? ആണ് കിട്ടില്ല, ക്യാമറ കൂടെ കിട്ടുള്ളൂ. കുഞ്ഞു നിലത്ത് കിടന്ന് എഴയില്ലേ, ചെളിയാവുന്നു. ആ കുളിച്ചിട്ടില്ലല്ലോ? കുളിച്ചിട്ടില്ല. അപ്പൊ കുഴപ്പമില്ല. കുഞ്ഞി നിലത്തിരുന്ന് എഴയാതെ കുഞ്ഞി. നിലത്ത് ചെളിയുണ്ട്. ഒന്നാ നമ്മുടെ വാട്ടർ ബോട്ടിൽ ഒന്ന് എടുത്തരോ പ്ലീസ്. നീ തിരിച്ചു പോവാണോ? എടാ വാട്ടർ ബോട്ടിൽ എടുത്ത് തന്നിട്ട് പോടാ പ്ലീസ് പ്ലീസ്. ഓ ഓ യെസ്. തിരക്ക് പിടിച്ചിട്ട് റിവേഴ്സിൽ വരും. താങ്ക് യു സോ മച്ച്. I love you. ഇഷ്ടായോ എനിക്ക് പാട്ട്? നല്ല പാട്ടാണോ? വല്ലാത്തൊരു സ്റ്റെപ്പാട്ടോ കുഞ്ഞി. ഭരതനാട്യത്തിലൊക്കെ കഴിയാൻ നേരത്തെ ആൾക്കാരിരിക്കൂലേ, വിനീതൊക്കെ ഇരിക്കണ ശോഭനയും വിനീതൊക്കെ. ആ അതന്നെ കുഞ്ഞി അടിപൊളി സ്റ്റെപ്പാണല്ലോ. ഒന്നുകൂടി കാണിച്ചേ. അമ്മേനെ ഫേസ് ചെയ്ത് കാണിക്ക്. ലാസ്റ്റത്തെ പോസാണേ. കുഞ്ഞി പാട്ട് കാണിക്കാൻ നോക്കട്ടെ. ഇളകി. എനിക്ക് പാട്ട് ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർമാനോ? സൂപ്പറാണോ? യമ്മി. ഇഷ്ടായോ? ആ നമുക്ക് കഴിക്കാം അല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചേ. ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ കുഞ്ഞിക്ക് ഫുഡ് കൊടുക്കട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ചിട്ട് ഞങ്ങൾ കഴിക്കുമ്പോ പറയാം. അപ്പൊ നമ്മുടെ
ബിരിയാണി സെറ്റ് ആക്കിയിട്ടുണ്ട്. തട്ടിക്കൂട്ട് ബിരിയാണി. കാണാനൊക്കെ തകർത്തിട്ടുണ്ട് കേട്ടോ. ഡെക്കറേഷൻ ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ ഇതിൽ കശുവണ്ടി അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഇത് വലിയ സംഭവം ബിരിയാണി ഒന്നുമല്ല, നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി. കുറച്ചു നേരമായ ചൂട് കുറച്ചങ്ങ് ആറിപ്പോയി. നമ്മള് കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇച്ചിരി ആറിയിട്ടുണ്ട്. ബിരിയാണി കുറച്ച് ചൂടാറി കഴിഞ്ഞാൽ രസമുണ്ടാവും. സാലഡ്, ഇത് ഡേറ്റ്സ് പിക്കിള്, ചിക്കൻ എടുത്തു. അരി ഇച്ചിരി ഡിഫറൻസ് ഉണ്ടെന്നുണ്ട് കേട്ടോ. മറ്റേ അരി പോലെയല്ല, ചെറിയൊരു ഇച്ചിരി കുഴഞ്ഞ പോലെയാണ്. ഇത് കുഴഞ്ഞ പോലെ എന്റെ അല്ല, ഇത് കുറച്ചു നേരം കൂടുതൽ വെച്ചതിന്റെയാ. പക്ഷെ കുഴപ്പമില്ല, വേവാകുന്നില്ല. നമ്മൾ ഇന്ന് മേടിച്ച അരിയാണേ, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അരിയല്ല. അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് വേവോ വേവില്ലയോ. കുഴപ്പമൊന്നുമില്ല. നാളത്തേക്ക് ആകുമ്പോ ഒന്നുകൂടി സെറ്റ് ആവും. നമ്മളിപ്പൊ ഉണ്ടാക്കി അപ്പൊ തന്നെ ബിരിയാണി കഴിച്ച അത്ര ഗുമ്മ് വരത്തില്ല. എന്നാടാ അത് ഇടയിൽ കൂടെ ഒരാള്. അയ്യോ അതെ, അത് മല്ലിയില് പിന്നെ സാലഡ് എടുത്തോ, ആ അച്ചാറെടുത്തോ, ഡേറ്റ്സ് ആ നല്ല രസം. അത് നോക്കിക്കേ, അവൻ കാണിക്കണം പരിപാടികൾ കണ്ടു. എനിക്ക് ചിക്കൻ വേണോ? വേണ്ട. പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് ഓടി വന്നതിപ്പോ? എന്റെ അടുത്ത് വന്ന അപ്പൊ ഫുഡ് കഴിച്ചോണം. എനിക്ക് ചിക്കനിൽ നല്ല എല്ലുള്ള പീസുകളാണ് ഇഷ്ടം. എല്ലുള്ള പീസ് തന്നെ വെച്ചെടുക്കട്ടെ. ഓക്കെ, എല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കിയിട്ട് തട്ടിക്കൂട്ട് ബിരിയാണി എങ്ങനെയുണ്ടെന്ന് പറയാം. ചിക്കനും ഇത് മിക്സ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് സാലഡ് വേണം. ഇത് നമ്മുടെ ഡേറ്റ്സ് പിക്കിള്, നമ്മൾ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കുറേ നാളുകൾക്ക് മുന്നേ. ഈ ബിരിയാണിക്ക് ഒരു മധുരമുള്ള അച്ചാറാണെങ്കിൽ നല്ല രസമാണ്. അപ്പൊ ഈ പിക്കിള് നമ്മൾ ബിരിയാണിക്ക് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പൊ ഓക്കെ അല്ലേ? ഡിന്നർ സെറ്റായില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഡിന്നറൊക്കെ കഴിച്ച് നമ്മള് ഇനിയിപ്പോ വേറെ ഒന്നുമില്ല, നമ്മൾ ചെറിയ കിടന്ന് ഉറങ്ങും. വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? വേറൊന്നുമില്ല, നന്നായിട്ടുണ്ട് ബിരിയാണി. ഞാൻ ചോദിച്ചോട്ടെ, പുതിയ റൈസ് അതിന്റെ ഒരു ചെറിയൊരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. അതല്ലാണ്ട് ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട്. ഡേറ്റ്സ് പിക്കിളാണ് കറക്റ്റ് അതിന് മാച്ച്. ചിക്കനേക്കാളും ടേസ്റ്റ് ഡേറ്റ്സ് പിക്കിളിനാണ്. എനിക്ക് ശരിക്കും ചിക്കനൊന്നും ആവശ്യമില്ല, എനിക്ക് സാലഡും ഈ പിക്കിളും മാത്രം മതി. ഞാൻ ഇവിടെ ഞാൻ നോക്കുമ്പോ രണ്ട് സൈഡില് നീ എടുത്ത് ഞാൻ കണ്ടില്ല. നന്നായിട്ടുണ്ട്, സക്സസ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് നേരം കിടന്നുറങ്ങാൻ പോവാണ്. പറഞ്ഞില്ലല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ. അയ്യോ.